അപ്പൊ നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. വിസ്പർ ചാലഞ്ച്. വിസ്പർ ചാലഞ്ച് എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ചാലഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, കാരണം നമ്മൾ രണ്ടുപേരാണല്ലോ. ഈ വീഡിയോ തൊട്ട് നമ്മൾ പണിഷ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങാണ് കേട്ടോ. അതെ, പണിഷ്മെന്റിനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കണേ. പണിഷ്മെന്റ് അല്ല, ഇത് റിവാർഡ്. ഇത് ലാസ്റ്റ് ജയിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ് വാട്ടർ. ആദ്യം നമുക്ക് ഗെയിമിന്റെ ഒരു ഗെയിം എങ്ങനെയാണ്, റൂൾസ് എന്തൊക്കെയാന്ന് പറയാം. നമ്മളിവിടെ 5 റൗണ്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ അറിയാലോ, ഒരു മൂവിയുടെ പേര് വിസ്പർ ചെയ്യും, അടുത്ത ആളത് നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ച് ഗസ് ചെയ്യണം. അപ്പോ ഒരു റൗണ്ടില് ഞാനൊരു മൂവി ആക്ഷൻ കാണിക്കും, അത് ഗസ് ചെയ്തിട്ട് ആൾക്ക് കിട്ടിയില്ലെങ്കിൽ ആളെ പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. അതുപോലെ നേരെ തിരിച്ചും. അങ്ങനെ 5 റൗണ്ട്സ് ആണ് നമ്മൾ കളിക്കുക. അങ്ങനെ ഓരോ റൗണ്ടിലും തോക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഇത് പണിഷ്മെന്റ് എടുക്കണം. അങ്ങനെ ഫൈനലി ഏത് ആൾക്കാണോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് അവര് വാട്ടർമെലൺ ജ്യൂസ് കിട്ടുന്നതായിരിക്കും. ഇനി 2 പേർക്കും കിട്ടിയില്ലെങ്കിൽ 2 പേരും ആ റൗണ്ടില് ഇത് ഹാഫ് ആയിട്ട് കുടിക്കേണ്ടി വരും. മൂവി നെയിം ആയിരിക്കും അപ്പൊ നമ്മള് മൂവിയുടെ നെയിം എല്ലാം നമ്മള് വീഡിയോയില് മുകളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പണിഷ്മെന്റ്സ് ഓരോന്നോരോന്നായി എടുത്തോളൂ. പുളിവെള്ളം, ഗാർലിക് പേസ്റ്റ് കലക്കിയത്, ബിപി കുറഞ്ഞിരിക്കുന്നവർക്ക് നന്നായി കുടിക്കാം. ഉപ്പ് വെള്ളം, ഇത് ലൈം ജ്യൂസ്, പച്ചമുളക് വെള്ളം. അപ്പൊ ജയിക്കുന്ന ആൾക്ക് നല്ല വാട്ടർമെലൺ ജ്യൂസ് അല്ല, കുറച്ച് ഇങ്ങനെ പീസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കിട്ടുന്നതായിരിക്കും. അത് എനിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ടൈം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേഗം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഗസ് റൗണ്ട് 1 വേഗം തന്നെ പോവാം. അപ്പോ മീനു ആണ് ഇപ്പൊ നമുക്ക് മൂവി വിസ്പർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വെക്കാൻ പോകുന്നത് കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വിട്ടു. നമുക്ക് ഒരു മൂവി ഗസ് ചെയ്യാൻ വേണ്ടിട്ട് 30 seconds ടൈം ഉള്ളൂ. ഞാൻ പറയാൻ പോകുന്ന പേര് ഇവിടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈനാപ്പിൾ പെണ്ണ്, പട്ടാഭിഷേകം. പട്ടാഭിഷേകാണോ മൂവി? ഞാൻ പഞ്ചസാര കേട്ടെ. അപ്പൊ ഞാൻ മൂവി പേര് പറയാനായിട്ട് പോവാണ്. പറയട്ടെ? എന്തോ ദേവതയാണോ? എന്ത് ദേവതയാ? ഭാഗ്യദേവത. എന്തോ ദേവതയാന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് കുഴപ്പമില്ല, നമ്മള് റൗണ്ട്സ് കൂടെ എന്തായാലും 5 എണ്ണം പോവും. ഫസ്റ്റ് റൗണ്ട് നമ്മൾ 2 പേരും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാൻ വീണ്ടും ഞാൻ തന്നെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. 30 seconds. വേഗം പറ. മലയാളി. എനിക്ക് മനസ്സിലാവണില്ല. മയില്, മണ്ടി. വേഗം പറ. പേര് പറയട്ടെ? ഇപ്പൊ പേര് പറയാമോ? പറഞ്ഞോ. മണിയറിയില്ലേ? അശോകൻ. എന്ത് പോയി എനിക്ക് അറിയാൻ കൂടിയില്ല. ഞാൻ അത്രയും നിർത്തി പറഞ്ഞു. പേരൊക്കെ ആണെങ്കിൽ നമുക്ക് 30 സെക്കൻഡിൽ പറയാൻ പറ്റില്ല. മണിയർ അതാരുടെ പടാ? അത് എനിക്ക് ആളുടെ പേര് അറിയില്ല. ഞാൻ നീ എന്തോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഈ സിനിമ എപ്പോ ഇറങ്ങിയതാന്ന് പോലെ നിൽക്കണം. നിനക്കറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്. അനുപമ പരമേശ്വരനൊക്കെ അഭിനയിച്ച പടം നമുക്ക് ഇത്രയും വിവരം വിചാരിക്കും. ഞാൻ പണിഷ്മെന്റ് എടുക്കണ്ടെങ്കിൽ ഇവളും പണിഷ്മെന്റ് എടുത്തിരിക്കും. ഇവള് സിനിമ പേര് നോക്കുന്നതിന്റെ പോലെ നിനക്ക് അറിയാലോ. പിന്നെ നീ
നമ്മള് ഫസ്റ്റ് പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്നു. ഫസ്റ്റ് പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയ ഒരാൾക്ക് കൈയ്യടി കൊടുക്കുക. നമ്മൾ ഈ പച്ചമുളക് വെള്ളം കുടിക്കാൻ പറയാണ്. നന്നായി കലക്കി തരട്ടായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുടിച്ചോളൂ. ഫുൾ ഇങ്ങനെ കുടിക്കണം. മൂക്ക് കുത്തിയിട്ട് അങ്ങനെ കുടിച്ചോ. ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കണ്ട. ചാലഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കണം. നല്ല നാടൻ പച്ചമുളക് വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ കുടിക്കാനൊന്നും ഉറപ്പായിട്ടും കുടിക്കില്ല. ഒറ്റ വരയ്ക്ക് കുടിക്കേണ്ടി വരും. ഇതാണ് മനുഷ്യനല്ലേ. ഓ ആദ്യത്തെ പണിഷ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് അല്ലേ? കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, ഇനിയും കുടിക്കാൻ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ പേര് കണ്ടുപിടിച്ചു. അത് പറഞ്ഞാണ്. ഒന്നുമില്ല നമ്മള് ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വലിയത് തട്ടേന്ന് പറ. കുടൽ, കുട്ടൻ, കുട്ടൻ പിടയുക, കുട്ടൻ പീടിക, പിടയുക, പിളയുക, പിളരുക, പിളയുക. എന്തൊട്ട് ഇവിടെ പറഞ്ഞു? കുട്ടൻ പിളയുകയാ. കുട്ടൻ കുട്ടൻ പിള്ള വരെ കെട്ടിയിട്ട് നിനക്ക് അറിഞ്ഞില്ല? കുട്ടൻ പിള്ളയുടെ ശിവരാത്രി. ഇത്ര വലിയ പടത്തിന്റെ പേരൊക്കെ ഈ 30 സെക്കൻഡിൽ എങ്ങനെയാണ് ഇത്രയും വലിയ പേരായതുകൊണ്ട് നമ്മള് ഒരു വട്ടം കൊണ്ട് ചാൻസ് കൊടുക്കുന്നു. എന്താണിത്? പിള്ളയുടെ ശിവരാത്രി എന്ന് പറയുമ്പോഴേക്കും 30 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അടുത്ത പേര് കൊടുക്കാം. പ്രിയ പേരാണ് ഇത്. പറയുന്നില്ല, വേഗം സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലോ. സ്റ്റാർട്ട് ചെയ്യും. രോമാഞ്ചം. ഓ അതെ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുത്തിട്ട് കിട്ടി. അയ്യോ, ടൈമർ വെക്കണ്ടേ? നിനക്കറിയോ സിനിമയുടെ പേര്? നിനക്കറിയോ? എനിക്കറിയാം. അതിന്റെ കഥ മൊത്തം പറഞ്ഞിട്ട് നീ പോവും. മറ്റേന്റെ കഥ കേട്ടിട്ട് അശോകന്റെ പേര് കേട്ടിട്ടുണ്ട്. ഞാനിത് പറഞ്ഞുതരാം. ഫേമസ് ആക്ടറിന്റെ ആയ പോലെ. ടൈമർ വെക്കാൻ പോവാടെ. കുടുംബശ്രീ സുജാത, കുഞ്ഞാലു, കുഞ്ഞാലു, കുഞ്ഞാപ്പു. പിന്നെ കുടുംബശ്രീ കുഞ്ഞാലു, കുടുംബശ്രീ കുഞ്ഞാടും. കുടുംബശ്രീ കുഞ്ഞാടോ? കുടുംബശ്രീയും കുഞ്ഞാടും. ഇത് ശ്രീനിവാസന്റെ പടാണ്. തെറ്റ് പറഞ്ഞതാണ്. ഇതുപോലെ ഞാൻ നേരത്തെ അശോകൻ അറ്റ്ലീസ്റ്റ് ഞാൻ കുടുംബശ്രീ നിങ്ങളും പറഞ്ഞില്ലേ? കുടുംബശ്രീ അല്ല, കുടുംബസ്ത്രീ. കുടുംബശ്രീ കുഞ്ഞാണ്. കുടുംബശ്രീ ഏത് കുടുംബശ്രീ? വേറെ പടം കൊടുക്കാം. വേണ്ട, ഒരു ചാലഞ്ച് വേറെ പടം കൊടുക്കാം. ഈ ധ്യാൻ ശ്രീനിവാസന്റെ കുടുംബശ്രീ. അടുത്തത് ഗൈസ്, മീ പെരുവെള്ളോ? മാണോ? മീ പാലം. ടൈംസ് അപ്പ് ഗൈസ്. എന്താ പേര്
പെരുവഴി അമ്പലം. പെരുവഴി അമ്പലം. ഇത് ആരുടെ സിനിമയാ? പഴയ പടാണ് കേസ്. അശോകന്റെ പഴയ പടോ? പഴയ പടം. പഴയ പടം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കളി ഞാൻ ജനിക്കുന്നതിന് മുന്നിലുള്ള പടം എനിക്ക് എങ്ങനെ അറിയാം? അടുത്ത ഇഞ്ചി കൊണ്ടിട്ടുണ്ട് ഞാൻ. നേരത്തെ അവൾ എന്റെ അടുത്ത് അങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ എത്ര എളുപ്പമുള്ള കൊടുത്തതാ. പാട്ട് വെച്ചാ ഇഞ്ചിങ്ങളായി കഴിച്ചപ്പെടുമ്പോ പാട്ട് കേട്ടെ കേട്ടോ? ആ കേട്ടാ പാട്ടില്ല. ഓക്കെ. ജോർജ്, ജോജി, ജോജി, ജോജി. അങ്ങനെ ഒരു പടം ഉണ്ട്. അത് മറ്റേ ആള് ഗൈസ് വെക്കാൻ പോവാണേ. പട്ടണത്തിൽ ഭൂതമാണ്. മതിലകോ മൂന്നോ മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല. അടുത്തത് ടൈം. ഓക്കെ. കുറച്ച് എളുപ്പമാണ്. ലൈമ് ഇവിടെ വെക്കുമ്പോഴേ വായില്ല. എനിക്ക് വിളിക്കണം. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. വീണ്ടും ഞാൻ തന്നെ. ഇവിടത്തെ കഴിയുമ്പോഴേക്കും രണ്ടുപേരും അടിയും പോകും. വിസ്മയത്തുമ്പത്ത്. വിസ്മയത്തുമ്പത്താണോ? ഞാനെല്ലാം സിമ്പിൾ ആണ് കൊടുക്കാൻ. വിസ്മയത്തുമ്പത്ത് ഞാൻ ജനിച്ചതിന് ശേഷമുള്ളതാണ്. അപ്പൊ ഇതോപ്പം നേരത്തെ ഞാൻ ആദ്യം അഭിനയിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടാ. ശരി. അപ്പൊ അടുത്ത ഗസ്റ്റിലേക്ക് മൂവിയിലേക്ക് പോവാണ്. എന്തും എത്തും എന്നും നിന്റെ എന്നും നിന്റെ മൊയ്തീന. അതെന്തായാലും ഞാൻ പറയും. അപ്പൊ ഒരു മൊയ്തീനല്ലേ. ടൈമർ. മലയാളം. മലയാളം. ബഹളം. മലയാളം. രാമായണം. നിർത്തി പറ. മലയാളം. എന്തുട്ട്? പടക്കളം. പടക്കളം എന്നാണോ പറഞ്ഞേ? എനിക്ക് മാമാന്ന് കേട്ടോണ്ടിരുന്നായിരുന്നു. പറയാൻ പോണേ. മനസ്സിലായോന്നോ? മണിച്ചിത്രത്താഴോ? പല എന്താ? മനസ്സിനക്കരെ. മനസ്സിലായോന്ന് പറഞ്ഞ ഞാൻ ചോദിച്ചു. മനസ്സിനക്കരെ മാത്രം പറഞ്ഞില്ല. അതറിയില്ല. അത് പറയുന്നത് അതൊക്കെ എനിക്കറിയാം. ഈ റൗണ്ടില് രണ്ടുപേരും പണിഷ്മെന്റ്
പണിഷ്മെന്റ് എടുക്കണം. അപ്പൊ നമ്മള് പണിഷ്മെന്റ് ചൂസ് ചെയ്തോളൂ, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളൂ. ഇനി നമുക്കുള്ളത് പുളിവെള്ളവും ഉപ്പ് വെള്ളം. പുളിവെള്ളം എടുക്കാം. പുളിവെള്ളം ഷെയർ ചെയ്ത് കുടിക്കണം, കലക്കി എടുക്കാം. എത്ര കുടിക്കാം? ഓക്കെ അല്ലേ? അപ്പൊ അതിന് കൂടുതൽ പോയാലോ? അതിന് കൂടുതൽ പോയില്ല, എന്തായാലും കുറഞ്ഞാലേ ഉള്ളൂ. കുടിക്ക്. തിരിയും കൂടി ഉണ്ട്. തിരി അത്രയും ഉണ്ടാവുള്ളൂ. ഇഞ്ചി ഇപ്പൊ സ്പൂൺ വെച്ചിട്ട് അത് ഇളക്കിയത് ഭയങ്കര ഇഞ്ചി ചോയ. ഇതൊക്കെ ഞാൻ തന്നെ വിളിച്ച പ്രശ്നം ഉണ്ടോ? അതൊന്ന് രാത്രി അറിയാം. നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. മധുരം. മര്യാദക്ക് പറ. നിർത്തി നിർത്തി പറ. മായാണോ? മതിര. മതിലകം. മതിലകം അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട് എവിടെയോ. മതിലകം എനിക്കറിയില്ല അങ്ങനെ ഒരു പടം ഉണ്ടോന്ന്. എന്തായാലും മതിലകം ആണ് പറഞ്ഞത്. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടല്ലോ. മതിലുകളാണോ നീ ഉദ്ദേശിച്ചേ? ഇത് കട്ടിയേണ്ട വരുമല്ലോ. കുഴപ്പമില്ല, എന്റെ കുടുംബശ്രീയും നിന്റെ മതിലകവും കുടുംബശ്രീ എന്തെങ്കിലും പണ്ടുണ്ട്. മതിലകം മതിലുകൾ. ഞങ്ങൾക്ക് മൂവിയെ കുറിച്ച് ഞാനെന്താ പറയാ, അതിലൊരു ബുക്ക് ഉണ്ടല്ലോ. എനിക്ക് അറിയാത്തോണ്ട് മതിലുകൾ എനിക്ക് അറിഞ്ഞില്ല. എന്ത് പി ബ മ പ ല വ മ മാല മായാവി മാല യാ പിയോ വിയോ. ടൈംസ് അപ്പ് ഗയ്സ്. എന്താ പറയണേ? മാടമ്പി. മാടമ്പി ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഉപ്പുവെള്ളേ ഉള്ളൂ, അതും ഞാൻ തന്നെയാ. അയ്യേ, വെള്ളം എനിക്ക് ബിപിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് നല്ല ബിപി കുറവാ ഗയ്സ്. എനിക്ക് കൂടുവോ ബിപിയാ? അധികം ഒന്നും ഉപ്പില്ലേ, ഞാനാണെങ്കിൽ ഓ അപ്പൊ നമ്മുടെ പണിഷ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു. നല്ലൊന്ന് നക്കി നോക്കണം. ടേസ്റ്റ് ചെയ്യാൻ പാടില്ലേ? കുടിക്കണ്ട. പകുതി കുടിച്ചാൽ മതി, ഫുള്ള് കുടിക്കാൻ ഞാൻ പറയില്ല. മതി. എനിക്ക് ഉപ്പ് ഇഷ്ടല്ല. നക്കി നോക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ തരി പഠിച്ചു. അതെനിക്ക് ബിപി കുറവല്ലേ കുടിച്ചാ. വാട്ടർമെലൺ ജ്യൂസ് പോയി. അതെനിക്ക് കുടിക്കാം. എനിക്ക് തന്നോളൂ. റിവാർഡ് ഞാൻ കൊടുക്കാൻ പോവാണ്. തണുത്ത വാട്ടർമെലൺ ജ്യൂസ്. തണുപ്പ് പോയി. എന്നാലും കുറച്ച് ഈസിയുടെ തണുപ്പുണ്ടാവും. ഓക്കെ. ഓ മുളക് വെള്ളം പിന്നെ ഞാൻ കുടിച്ചില്ല. പുളിവെള്ളത്തിന്റെ പകുതി ബാക്കിയെല്ലാം കുടിച്ചു. വെള്ളം എനിക്ക് തീരെ പറ്റില്ല. നല്ല ഫ്രഷ് കുടിക്ക് കഴിക്ക്. ഈശ്വരാ, എല്ലാം എന്റെ മനസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ലൈമ്, പുളി, ഉപ്പുവെള്ളം, നല്ല വാട്ടർമെലൺ. പുകയുന്നുണ്ട്.
വേണ്ട തിന്നെ. ബാക്കി വന്ന വാട്ടർമെലനാണ് നമ്മുടെ ഇതില് കൊണ്ടുവന്നത്. വെള്ളമൊക്കെ മനുഷ്യത്വത്തിന്റെ പേരെങ്കിലും എനിക്ക് അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ വേറൊരു ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.